So hello everyone, welcome back to my channel. So today's video are like two rounds, we can say like rounds, because there are like two concepts, and one is rapid fire and one is like Q&A. And these questions are not written by me. ഞാൻ കുറേ പേരെടുത്ത് പറഞ്ഞു, അവരാണ് എനിക്ക് അയച്ചത്. സോ ഇതിനകത്ത് എൻ്റെ മൂന്നാമത്തെയാണ് തോന്നുന്നത്. നമുക്ക് വേഗം റാപ്പിഡ് ഫയർ ആദ്യം തുടങ്ങാം. അത് Q&A തുടങ്ങണോ? റാപ്പിഡ് ഫയർ തന്നെ തുടങ്ങാം. Okay, so നമുക്ക് തുടങ്ങാം. എല്ലാ ഈച്ച് 20 questions ഉണ്ട്. 20 അല്ലേ? 20 questions. ഓക്കെ, നമുക്ക് റാപ്പിഡ് ഫയർ ഫസ്റ്റ് വണ്ണിലേക്ക് പോകാം. അപ്പോൾ റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞാൽ വേഗം ആൻസർ പറയണം. സോ I hope I can say it. So നമുക്ക് തുടങ്ങാം. First one, if you could buy any type of food right now, what would you buy? Pasta. And what color is your toothbrush? White. പെട്ടെന്ന് പറയേണ്ടതാണ്. Okay, if you could be any animal, what it be and why? A dog, because street dogs എല്ലാം ഇങ്ങനെ വീട്ടിൽ വളർത്തുന്ന dogs. Why എന്ന് പറഞ്ഞാൽ no reason, just because my favorite animal is dog. What is your favorite summer activity? Going to a pool and sleep. If you could be any flavor of ice cream, what ice cream flavor would you be and why? Cotton candy, because taste ചെയ്യാൻ നല്ലതാണ് and കാണാനും നല്ല ഭംഗിയുണ്ട്. So cotton candy. Who is your favorite cartoon character? Shin-chan. And why എന്നുണ്ട്. So why means കാണുമ്പോൾ തന്നെ ചിരി വരും. So Shin-chan. What is your dream job? പറഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കരുത്. I like to be an actress. എൻ്റെ എന്താ മെയിൻ ഇത് വെച്ചാൽ എനിക്കില്ലേ പെട്ടെന്ന് കണ്ണുനീർ വരുത്താൻ പറ്റും without any glycerin and everything. ഞാൻ വീഡിയോ ഇടാം 1 minute. ഞാൻ ഇവിടെ എവിടെയെങ്കിലും വീഡിയോ ഇടാം. സോ ആ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടൊന്നുമില്ല. സോ കാണും എന്നത്ര ഇതൊന്നുമില്ല, ഐ മീൻ ഷോ ഒന്നുമില്ല. സോ ദാറ്റ്സ് വൈ ഐ ലൈക്ക് ടു ബി ആൻ ആക്ട്രസ്. ഇഫ് യു കുഡ് ഗോ എനിവെയർ ഇൻ ദ വേൾഡ്, വേർ വുഡ് യു ഗോ ആൻഡ് വൈ? സോ ഐ വുഡ് ലൈക്ക് ടു ഗോ ഇൻ മോൾഡീവ്സ്. ആൻഡ് വൈ മീൻസ് ഒരു രക്ഷയില്ല അവിടുത്തെ ബ്യൂട്ടി. സോ ദാറ്റ്സ് വൈ. Describe yourself in 3 words. Describe yourself in 3 words. ഞാനല്ലല്ലോ ചെയ്യുന്നത്. എന്നാലും Christians adventurous, like I like adventures, and I am very comfortable with everyone and എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടാ. സോ ദെൻ ട്രസ്റ്റബിൾ. ഇതൊക്കെ എൻ്റെ വിചാരങ്ങളാണ്. സോ ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഡു വെൻ യു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്? ഞാൻ സമയം നോക്കാറാണ് ആദ്യം പോയി ചെയ്യാറ്. ഇത് ക്ലാസ്സിന് എനിക്ക് ലേറ്റായോ അതോ ഏർലിയോ എന്ന് അറിയണ്ടേ. സോ ദാറ്റ്സ് വെൻ ഐ ഡാൻസ് ഐ ലുക്ക് ലൈക്ക് ഡാൻസിങ്. ആക്ച്വലി ഞാൻ മറന്നു പോണത് റാപ്പിഡ് ഫയർ ആണെന്ന്. സോ നമുക്ക് പെട്ടെന്ന് പോകാം. വാട്ട് ഈസ് യുവർ ലൈഫ് ലോങ് ഡ്രീം? ടു ബി ആൻ ആക്ട്രസ്. ഈ ഡ്രീം ചിലപ്പോൾ മാറാം, പറയാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് ആദ്യം കുറച്ച് സ്കോപ്പ് ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ഡ്രീം ചെയ്തിട്ട് എന്തിനാണ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജസ് ടു ബീയിങ് റിയലി ടോൾ? റിയലി ഐ ഡോണ്ട് ഫൈൻഡ് എനി അഡ്വാൻറ്റേജസ്. അതായത് ടോളായ ചെയറില്ല, സാധനങ്ങൾ എടുക്കാം. അത് ഞാൻ ഫൈൻ ചെയ്യുന്ന അഡ്വാൻറ്റേജസ്, വേറെ ഒന്നുമില്ല. ഇഫ് യു കുഡ് സ്വിം ഇൻ എനി ലിക്വിഡ്, വാട്ട് കുഡ് ഇറ്റ് ബി ആൻഡ് വൈ? വാട്ടർ ഇറ്റ് സെൽഫ്. വെള്ളം മതി, വെള്ളത്തിൽ ഞാൻ സ്വിം ചെയ്തോളാം, എനിക്ക് വേറെ ഒന്നും വേണ്ട. വെറുതെ ദേഹം വൃത്തിയേടാക്കുക ബൈ സ്വിമ്മിങ് ഇൻ സംതിങ് എൽസ്. ഓക്കെ, നമ്മൾ 18th എത്തിയതാണ്. 17. വാട്ട് ഈസ് യുവർ ലീസ്റ്റ് ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്? എനിക്ക് ഈ വെലിഞ്ഞു പോകുന്ന പാട്ട് തീരെ ഇഷ്ടമല്ല. ലൈക്ക് എനിക്ക് നല്ല ബീറ്റുള്ള സോങ്സാണ് ഇഷ്ടം. സോ ഞാൻ ഡാൻസ് കളിച്ച എല്ലാത്തിലും നിങ്ങൾക്ക് കാണാതിരിക്കാം, നല്ല ബീറ്റുള്ള സോങ്സ് വയ്ക്കുക. അതായത് എന്തായാലും വെലിഞ്ഞു പോവില്ലേ. മോർണിംഗ്, നൂൺ ഓർ നൈറ്റ്? ഈവനിങ് കൂടെ ആഡ് ചെയ്യണമായിരുന്നു, ബിക്കോസ് ഐ ലൈക്ക് ഈവനിങ്. സോ നൈറ്റ്, because evening is not there. What is your best childhood memory?
I don't have any childhood മറന്നു പോകും. So one thing I remember is ഞാൻ മോളിൽ പോയപ്പോൾ ഒന്ന് ബട്ടർഫ്ലൈ എൻ്റെ മുഖത്ത് വരച്ചു. ഞാനല്ല, അതായത് ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഗ്ലിറ്ററായിട്ട് വരയ്ക്കില്ലേ, അതെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. ഫാസ്റ്റസ്റ്റ് ഓഫ് കോഴ്സ് ഫാസ്റ്റ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വീഡിയോ ഫാസ്റ്റിൽ പോകേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് Q&Aയിലേക്ക് പോവാം. സോ when is your birthday? So my birthday is on 31st August. And what do you do to maintain your thick and long hair? Do you feel like that? Okay, ഞാൻ ഒന്നും ചെയ്യാറൊന്നുമില്ല, ജസ്റ്റ് എന്നതേക്കും മസാജ് ചെയ്യും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് വെറുതെ ഷാമ്പൂ ഇട്ടാൽ മുടി വളരില്ല. ഷാമ്പൂ അത്യാവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഓയിൽ ഒരുപാട് അപ്ലൈ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ഓയിലിയാണ് എൻ്റെ ഹെയർ. സോ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why you are named Ananya? Oh, why you are named Ananya? Why you are named Ananya? Why you are named Ananya? ഞാൻ അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? സോ ഞാൻ ചോദിച്ചതിൽ എനിക്ക് അറിഞ്ഞിട്ടുള്ളത് എന്തോ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പേര് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ആൻഡ് എൻ്റെ സിസ്റ്റർ, her name and my name is like rhyming, not too much of rhyming. അവസാനത്തെ ആ ഒരു 3 letters റൈമിങ് ആണ്. ദാറ്റ്സ് പെർഫെക്റ്റ് റൈം. സോ അങ്ങനെ എൻ്റെ പേര് അനന്യ ഇട്ടു. ആൻഡ് അതിൻ്റെ ഇനിയിപ്പോൾ ഇത്ര പറഞ്ഞിട്ട് എൻ്റെ മീനിങ് അറിയാതെ പോകണ്ട. സോ അനന്യയുടെ മീനിങ് എൻഡ്ലെസ് ആണ്. നമ്മളിപ്പോൾ അനന്യ ഭക്ത് എന്ന് പറയൂലേ, സോ ദാറ്റ്സ് എൻഡ്ലെസ്. ഓക്കെ, ടെൽ മീ ആൻ ഇൻസിഡൻറ്റ് വിച്ച് happened to you in school and cannot forget. Okay, incident in school which happened to you and you cannot forget. Okay, one thing is there. Then what's in my file part 2 and part 3 ഇടാ പറഞ്ഞ, ബട്ട് ഞാൻ ചെയ്തില്ല. സോ ആ ഇൻസിഡൻറ്റ് ഈ വീഡിയോ തന്നെ പറയാം. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ 7th സ്റ്റാൻഡേർഡിൽ സ്കൂളിൽ പോകുമ്പോൾ ലൈക്ക് എനിക്ക് ഗ്ലിറ്റർ പെൻസ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതെൻ്റെ അച്ഛൻ ദുബായിൽ നിന്ന് വാങ്ങി തന്നത്. സോ അതിൻ്റെ ഞാൻ ദുബായിൽ നിന്ന് പറയാനുള്ള കാരണം ബിക്കോസ് അത് അതിൻ്റെ പാക്കേജ് ആ സ്റ്റൈലാണ്. സോ അത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. സോ ഇത് പറയാനുള്ള റീസൺ അപ്പത്ത് വന്നോളൂ. സോ അപ്പോൾ വെറുതെ അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ, എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്കൂളിൽ അതും കൊണ്ട് പോവുമായിരുന്നു. കുറച്ച് ദിവസമായിട്ട്, അതായത് ഞാൻ ബാഗ് സാധനങ്ങൾ എപ്പോഴും എടുക്കുക, കാരണം ടൈം ടേബിളൊക്കെ ഏകദേശം 1 or 2 ബുക്സ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഗ്ലിറ്റർ പെൻസ് ഞാൻ ശ്രദ്ധിക്കാത്തപ്പോൾ അത് കാണാനില്ല. അതായത് അത് ഒരു വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തപ്പോൾ അത് കാണാനില്ല. ഞാൻ പിന്നെ മിണ്ടാതിരുന്നു. അമ്മ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചീത്ത കിട്ടും. സോ വെറുതെ എന്തിനാണ്, അപ്പം ഞാൻ പറഞ്ഞില്ല. സോ അത് ഞാൻ അങ്ങനെ മറന്നുപോയി. പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു ദിവസം ഒരു കുട്ടിക്ക് വയ്യാതെ തലവേദനയായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാനും അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോൾ കുട്ടി, അതായത് ടീച്ചർ ഡയറി ചോദിച്ചു. അപ്പോൾ അടുത്തുള്ള കുട്ടികൾ, ഞാൻ പോയ മാതിരി കുറേ കുട്ടികൾ പോയി. അപ്പോൾ അടുത്തുള്ള ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് ബാഗിൽ നിന്ന് ഡയറി എടുത്തു കൊടുത്തു. അപ്പം ഞാൻ ബാഗിൽ നിന്ന് ഡയറി എടുത്തു കൊടുത്തു. സോ പിന്നെ ആ ബാഗിൻ്റെ ഇൻചാർജ് ഞാനായിരുന്നു. അതായത് ബാഗിൽ നിന്ന് അവൾക്ക് വല്ലതും വേണമെങ്കിൽ ഞാനായിരുന്നു അതിൻ്റെ എടുത്തു കൊടുക്കുക. സോ വെള്ളം വേണം പറഞ്ഞു. ഞാൻ വെള്ളം എടുത്ത് കൊടുക്കാൻ പോയപ്പോൾ യു നോ വാട്ട് ഐ സോ? എൻ്റെ ഗ്ലിറ്റർ പെൻസ്. മൈ ഗ്ലിറ്റർ പെൻസ്. ഐ സോ മൈ ഗ്ലിറ്റർ പെൻസ്. ഞാൻ വെള്ളം എടുത്ത് കൊടുത്തിട്ട് ഞാൻ ആ ഗ്ലിറ്റർ പെൻസ് അവളുടെ ബാഗിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, ഞാൻ പേരൊന്നും പറയില്ല, അവളുടെ അടുത്ത് ചോദിച്ചു, ഇത് എൻ്റെ ഗ്ലിറ്റർ പെൻസ് അല്ലേ? വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ് ഇൻ യുവർ ബാഗ്? സോ അതെൻ്റെ ഗ്ലിറ്റർ പെൻസ് അല്ലേ? അപ്പം അവൾ പറഞ്ഞു നോ, അതെൻ്റെയാണെന്ന്. കൂടെയുള്ള അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൾ പറയാണ് നോ അത് അവളുടെ തന്നെയാണ്, ഞാൻ കണ്ടതാണെന്ന്. ഓക്കെ, ഇമാജിൻ ദ ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ആ പ്ലേസ് ഒന്നെങ്കിലും ഇമാജിൻ. നോ അത് അവളുടെ തന്നെയാണ്. ഇങ്ങനെ പിന്നെ ചുറ്റുമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോഴാണ് ഇതൊക്കെ ചോദിക്കാന്ന്. അപ്പം ശരി, ഓക്കെ, എനിക്കറിയാലോ, ഐ നോ ദ വേ ടു ടേക്ക് ഇറ്റ് ഫ്രം ഹർ. സോ ഞാൻ അവളുടെ കൂടെ താഴ്ത്ത് പോകാൻ പറഞ്ഞു. അതായത് ഒരു കുട്ടി എന്തായാലും താഴ്ത്ത് പോകണമല്ലോ. എൻ്റെ അപ്പ അവളുടെ അമ്മടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പോഴേക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു ദാറ്റ്
she will ask to her mother whether it's her or not. സോ അവൾ പോയി എനിക്ക് മേലെ വന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറയാണ് ഇതേ ഞാൻ അവളുടെ അമ്മടുത്ത് ചോദിച്ചു, അത് അവളുടെ തന്നെയാണ്, അവൾക്ക് ആവശ്യം വാങ്ങിക്കൊടുത്തതാണ് പറഞ്ഞു. സോ വാങ്ങിക്കൊടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലൈക്ക് എനിക്ക് അറിയാവുന്ന ഓടെയാണ്. സോ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അവളുടെ ഒബ്വിയസ്ലി ഷീസ് ഇൻ മൈ ക്ലാസ് ആൻഡ് ഐ ഹാവ് എ നമ്പർ. സോ ഞാൻ അത് ഞാൻ ക്ലാസ്സിലുള്ള എല്ലാവരത്തല്ല മിക്ക എൻ്റെ ബെഞ്ചിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഇരിക്കുന്നവർക്കൊക്കെ പറഞ്ഞ് ഇറ്റ്സ് മൈൻ. ബട്ട് അവിടെ ആരും വിശ്വസിച്ചില്ല. സോ ഞാൻ എന്ത് ചെയ്തു, അവളുടെ നമ്പറിൽ വിളിച്ച് എൻ്റെ അമ്മടുത്ത് അവളുടെ അമ്മയെ വിളിക്കാൻ പറഞ്ഞു. ആൻഡ് ക്യാൻ യു ബിലീവ് വാട്ട് മൈ മദർ സെഡ് ടു ഹർ മദർ? എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. ബട്ട് എൻ്റെ അമ്മ പറഞ്ഞത് ഷീ ബോറോഡ് ഫ്രം മീ ടു ഡു ആൻ ആക്ടിവിറ്റി. ലൈക്ക് എൻ്റെ കയ്യിൽ നിന്ന് അവളൊരു ആക്ടിവിറ്റി ചെയ്യാൻ ആ ഗ്ലിറ്റർ പെൻ അവൾ ചോദിച്ച് വാങ്ങിച്ചു എന്നാണ് മൈ മദർ ടോൾഡ് ടു ഹർ മദർ. അങ്ങനെയാണ് പറഞ്ഞത്. ക്യാൻ യു ബിലീവ് ഇറ്റ്? അപ്പം എനിക്ക് എന്തോ മാതിരി പറഞ്ഞൂടെ എൻ്റെ കട്ടെടുത്തതാണെന്ന്. ബട്ട് ശരി. സോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അടുത്ത ഇനി വരുമ്പോൾ അത് ഫ്രൈഡേ ആണ് തോന്നുന്നു, അപ്പോൾ സാറ്റർഡേ സൺഡേ ലീവായിരുന്നു. സോ ഇനി വരുമ്പോൾ തിരിച്ച് കൊടുക്കാൻ പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ വെൻ ഷീ കെയിം, അസംബ്ലി ആയിരുന്നു മൺഡേ. സോ അസംബ്ലി ഉണ്ടായിരുന്നു. സോ അസംബ്ലി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗ്ലിറ്റർ പെൻസ് കുറച്ചൊക്കെ ആവാമല്ലോ, അപ്പോൾ എൻ്റെ ഗ്ലിറ്റർ പെൻസ് എവിടെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. ആൻഡ് ഷീ ഗേവ് ഇറ്റ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇപ്പം ഇത് നിൻ്റെ അല്ലേ? എന്നിട്ട് കുറച്ച് കുട്ടികളുടെ അടുത്ത് പോയി കാണിച്ചും ചെയ്തു. ആൻഡ് എസ്പെഷ്യലി ഹർ ദ ബെസ്റ്റ് ഫ്രണ്ട്. സോ ഹർ ബെസ്റ്റ് ഫ്രണ്ട് അടുത്ത് പറഞ്ഞു, ഓ അവളുടെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ, ഇങ്ങനെ യു ക്യാൻ ഇമാജിൻ വാട്ട് ഐ ഹാവ് സെഡ്. അപ്പം അതായിരുന്നു ഒരു ഓക്കെ. സോ മറ്റേ കട്ടെടുത്ത ആളുടെ പേരിൻ്റെ ലെറ്റർ ഡി വെച്ച് തുടങ്ങും. ആൻഡ് ആ കുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലെറ്റർ എസ് വെച്ച് തുടങ്ങും. സോ ദാറ്റ്സ് ആൻ ഇൻസിഡൻറ്റ് വിച്ച് ഐ cannot forget. Now fifth, why do you like dancing and from where did you learn dance? എനിക്ക് എന്താണെന്നറിയാം, ചെറുപ്പം മുതലേ ഡാൻസിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടില്ല, ടി വിയിൽ നിന്ന് കണ്ടിട്ട് തന്നെയാണ് ഡാൻസ് കളിച്ചത്. സോ ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? എനിക്ക് അതായത് ഇവിടെ വന്നിട്ട് എനിക്കങ്ങനെ ഫസ്റ്റ് തേർഡ് ഞാൻ ദുബായിലായിരുന്നു, പക്ഷേ അവിടെ എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, വിച്ച് ഇസ് ആൻമേരി ആൻഡ് സോയ. ആൻഡ് അവർ കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയാം ആദില ആൻഡ് അതുല്യ. സോ ആൻമേരി ആൻഡ് സോയ മൈ നോട്ട് സോയ, ഇറ്റ്സ് സോയ, ZOY. ഇനി കഴിക്കുന്ന സോയ എന്ന് വിചാരിക്കരുത്. സോ ആൻമേരി ആൻഡ് സോയ ദേ വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ആൻഡ് ദുബായിൽ ഇവിടെ വന്നിട്ട് അവരെ കോമ്പറ്റീറ്റ് ചെയ്യാൻ എനിക്ക് കിട്ടിയില്ല. ലൈക്ക് ഒരു ഹിന്ദിയിലെ സോങ് ഉണ്ട്, ऐसी कोई मिली नहीं जिससे तुझे कंपेयर करूं, അങ്ങനെ ആരെയും കിട്ടിയില്ല, എന്ത് ചെയ്യാം. സോ ദേ ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ആൻഡ് വാട്ട് മേക്സ് യു ആംഗ്രി ഇൻ ഫ്രണ്ട്സ്? ഞാൻ വല്ലതും ഇങ്ങനെ ചോദിക്കുമ്പോൾ നോട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട്സ് നോട്ട് ദാറ്റ് ടു മച്ച്. സോ ഞാൻ ചോദിക്കുമ്പോൾ ലിറ്ററലി ദേ വിൽ നോട്ട് ബി ഹാവിങ് ഇറ്റ്, ബട്ട് അവർക്ക് ട്രൈ ചെയ്യാനെങ്കിലും പറഞ്ഞൂടെ, ദാറ്റ്സ് വൺ തിങ്. അതായത് ഞാൻ ഇപ്പോൾ വല്ലതും നോട്ട്സ് അയക്കും, ശരിക്കും അവർ എഴുതിയിട്ടുണ്ടാവില്ല, ബട്ട് ദേ ക്യാൻ അറ്റ്ലീസ്റ്റ് സേ ദാറ്റ് ഐ വിൽ ട്രൈ ആൻഡ് സെൻഡ് ടു യു, ഐ വിൽ ആസ്ക് ടു സമൺ ആൻഡ് ദെൻ സെൻഡ് ടു യു എന്ന് അവർക്ക് പറയാം. പിന്നെ എന്താ വെച്ചാൽ ഞാൻ വല്ല മെസ്സേജ് ലൈക്ക് സെയിം എക്സാമ്പിൾ നമുക്ക് ഇതന്നെ എടുക്കാതെ ഞാൻ നോട്ട്സ് ചോദിച്ചാൽ വല്ലതൊക്കെ ചോദിച്ചാൽ വല്ല ഡൗട്ടോ അല്ലെങ്കിൽ വെറുതെ സംസാരിക്കാൻ വല്ലതും അയച്ചാൽ ദേ വിൽ ബി ഓൺ ഓൺലൈൻ ബട്ട് ദേ വിൽ നോട്ട് സീ. അതായത് അത് പേർപ്പസ്ഫുള്ളി ആണെന്ന് എനിക്കറിയില്ല, ബട്ട് ദേ വിൽ നോട്ട് സീ ഇറ്റ്. സോ എനിക്കത് ഇഷ്ടം, എനിക്ക് ദേഷ്യം വരും. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്, ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ മറന്നു ഞാൻ. Okay, now next one is where did you study from 1 to 3? As I told, ഞാൻ 1 to 3 ദുബായിലായിരുന്നു പഠിച്ചത്, ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂൾ. ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണ്, ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളാണെന്ന് അറിയാം, ഡൗട്ട് സംതിങ്. ആൻഡ് ഇറ്റ്സ് ഇൻ ഷാർജ. ആൻഡ് 1 to 3 അടിപൊളി സ്കൂളായിരുന്നു. സോ ഇവിടെ വന്നപ്പോൾ അത്ര ഒരു ഇത് കിട്ടിയില്ല. ഓക്കെ, now next is why do you consider me as your friend? Okay, so this ഇത് ഓക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആരാന്ന് എനിക്ക് മനസ്സിലായി.
I am not mentioning the name. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. So why do I consider her as my friend? So ഞാൻ ഈ ദേഷ്യം എന്ന് പറഞ്ഞില്ല, വല്ലതും അയച്ചാൽ അവർ തിരിച്ചയക്കില്ല, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർ ട്രൈ, ബട്ട് ഷീ വിൽ ലൈക്ക് നൗ ഷീ ഈസ് ബിക്കമിങ് ലൈക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആൻഡ് ഞാൻ ഇപ്പോൾ വല്ല ഡൗട്ട്സ്, ഇപ്പം ഞാൻ കൂടുതൽ അവളടുത്ത് തന്നെ ചോദിക്കാറ്. ദെൻ ലാസ്റ്റ് സം ഡൗട്ട്സ് ഓർ അങ്ങനെ വല്ലതൊക്കെ ചോദിച്ചാൽ ഷീ വിൽ സെൻഡ് ഇറ്റ് ആൻഡ് ഷീ വിൽ റിപ്ലൈ ഫാസ്റ്റ്ലി. എനിക്കിങ്ങനെ വേഗം റിപ്ലൈ ചെയ്യാൻ അവർ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സോ ഐ കൺസിഡർ യു ആസ് മൈ ഫ്രണ്ട്. അത് നീയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് എ വെച്ച് എൻ്റെ ചെയ്യും. മറ്റേ ആ കട്ട കുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല കേട്ടോ ഇത്. ദിസ് ഇസ് അനദർ വൺ വിച്ച് ഇസ് ഷീ സോ സ്വീറ്റ് ആൻഡ് വെരി നൈസ്. ഓക്കെ, now how many siblings do you have? മൊത്തത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് മൈ വൺ സിബ്ലിംഗ്, എ ബ്രദർ, എൽഡർ വൺ, ആൻഡ് കസിൻസ് 6 I think. Okay, 6 I have. ഇത് ഞാൻ വെറുതെ കസിൻസ് എന്ന് പറയുന്നല്ലോ, ദേ ആർ മൈ ഓൺ സിബ്ലിങ്സ് ഓൺലി, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ ഐ ഹാവ് വൺ എൽഡർ ബ്രദർ ഓഫ് മൈ ഓൺ ആൻഡ് 6 കസിൻസ്. No, 6 ഇല്ല, 5. Yeah, 5. No, 1 2 3 4 5. Okay, I have one elder brother. Okay, 6 siblings I have and 5 cousins. 5 cousins and one of my own. So ഒരു എൽഡർ ബ്രദർ ഉണ്ട് എനിക്ക്, പിന്നെ കസിൻസ്. ഞാൻ പിന്നെയും പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കസിൻസ് എന്ന് പറയണ അവരൊക്കെ എൻ്റെ സ്വന്തം സിസ്റ്റേഴ്സും ബ്രദേഴ്സും തന്നെയാണ്. ഓക്കെ, സോ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫാക്ട് ടൈപ്പ് ഓഫ് ജോക്ക്? ജസ്റ്റ് എനിക്ക് തോന്നും ഫാക്ട് ടൈപ്പ് ഓഫ് ജോക്ക്. ഒരു ടിക്ടോക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫാക്റ്റാണ്, ജോക്ക് എന്ന് പറയാൻ പറ്റില്ല, ഫുള്ളി ഒരു ഫാക്റ്റാണ്. ലൈക്ക് അത് പക്ഷേ ഹിന്ദിയിലായിരുന്നു. സോ അതെന്താ വെച്ചാൽ നമ്മൾ അറിയാതെങ്കിലും നമ്മളെ സ്കൂളിൽ നമ്മൾ അറിയാതെങ്കിലും വേറെ ക്ലാസ്സിൽ പോയി കയറി, അതായത് ഇപ്പോൾ 7th ആണ്, 7th ABC ഉണ്ടാവും, ഞാൻ സിയിലാവുമ്പോൾ നമ്മൾ അറിയാതെങ്കിലും ബിയിലോ എയിലോ കയറിയാൽ അവർ അല്ല ഏതോ വേറെ പ്ലാനറ്റിൽ കയറിയ മാതിരിയാണ് തോന്നുക. ആൻഡ് അവിടുത്തെ കുട്ടികൾ നമ്മൾ ഇങ്ങനെയാണ് നോക്കുക, നമ്മൾ ഏതോ ഏലിയൻ മാതിരി. സോ ദാറ്റ്സ് എ ഫാക്ട്. ടെൽ മീ യുവർ യൂസ്ലെസ് ടാലൻറ്റ്. യൂസ്ലെസ് ടാലൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിൽ തന്നെയല്ല പറഞ്ഞത്, ഇതിൽ തന്നെ പറഞ്ഞത്. എൻ്റെ കണ്ണുനീർ വരുത്താൻ പറ്റും. അത് ആക്ട്രസ് ആണെങ്കിൽ യൂസ്ലെസ് ടാലൻ്റ് അല്ല, പക്ഷെ അല്ലെങ്കിൽ ഇറ്റ്സ് എ യൂസ്ലെസ് ടാലൻറ്റ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ പേഴ്സൺ ഇഫ് ദേ ബിക്കെയിം യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഞാൻ എന്നെ തന്നെ പൊക്കുകയില്ല. ഇപ്പോൾ വെറും ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട്സ് എന്ന് പറയാൻ ക്ലാസ്മേറ്റ്സ് ഒക്കെ എന്നെ കാണുമെങ്കിൽ ദേ വിൽ ബി ലൈക്ക് നോട്ട് ടു മച്ച്. ബട്ട് അവർ ഒരു പ്രാവശ്യം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാമെങ്കിൽ അപ്പോൾ അവർക്ക് മനസ്സിലാവും വാട്ട് ഐ ആം. അതായത് ഒരു ഡയലോഗ് ഉണ്ട്, അത് ഹിന്ദിയിലാണ്, ഇനി ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ പറയേണ്ടി വരും. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹിന്ദി തന്നെ പറയാം. മേ ജോ ദിക്തി ഹു വോ ഹേ നെ. ദാറ്റ്സ് ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഉള്ളുന്ന അങ്ങനെയല്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയാൽ ഉള്ള ഗുണം. സോ ദാറ്റ് അവരെന്ത് ചോദിച്ചാലും ഞാനിങ്ങനെ നോ പറയില്ല. ഐ വിൽ സേ ട്രൈ ഓർ അതായി തന്നെ അറിയണം, അല്ല ഞാൻ ഇങ്ങനെ പറയാനാണ്. സോ 39 നമുക്ക് വേഗം എൻഡപ്പ് ചെയ്യാം. ടൈമായി 16 minutes. Why you can't make your video all in classes? Okay, so that's it. എന്താ വെച്ചാൽ ടീച്ചർ പറയുമ്പോൾ ഞാൻ ഓൺ ആക്കാറുണ്ട്, അല്ലാതെ വെറുതെ ഓൺ ആക്കുമ്പോൾ കംഫർട്ടബിൾ കിട്ടില്ല. അതായത് എഴുതാൻ പറയുമെങ്കിൽ ഞാൻ സുഖമായിട്ട് എങ്ങനെയെങ്കിലും എഴുതായിരിക്കും. സോ വീഡിയോ ഓൺ ആക്കിയെങ്കിൽ ഇങ്ങനെ എഴുതേണ്ടി വരും. ദാറ്റ്സ് നോട്ട് കംഫർട്ടബിൾ ഫോർ മീ. What's one thing most people don't know about you? That I am so patient and ഇത് മറ്റേ എന്താ പറയുന്നത്, വാട്ട്സ് വൺ തിങ് മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് നോ. അത് അവരെൻ്റെ അടുത്ത് ഫ്രണ്ട് ആയാലേ അറിയുള്ളൂ. ദാറ്റ് ഐ എം സോ കംഫർട്ടബിൾ. ആൻഡ് ഓക്കെ, നെക്സ്റ്റ്, ഇഫ് യു ഹാഡ് ടു ചൂസ് ഓൺലി വൺ, വുഡ് പിക്ക് എ ഡോഗ് ഓർ കാറ്റ്? ഓഫ് കോഴ്സ് ഡോഗ്. വാട്ട്സ് ദ വേഴ്സ്റ്റ് യു ഹാവ് ബീൻ എവർ ഫിസിക്കലി ഹേർട്ട്? അപ്പം ഞാൻ വേഗം പറയാം. 4ാം ക്ലാസ്സിൽ ഞാൻ ഈ സ്കൂളിൽ വന്നപ്പോൾ ലൈക്ക് 4ആണോ 5ആണോ സ്കൂളിൽ വന്നത് 4ലാണ് ഇവിടെ, പക്ഷെ ക്ലാസ് 4th ആണോ 5th ആണോ എന്നറിയില്ല. എപ്പോഴും
ഒരു റാംപോക്ക് ഉണ്ടായിരുന്നു. അതായത് അസംബ്ലി ഹാളിൽ തന്നെയാണ് ഒരു റാംപോക്ക്, സ്മോൾ റാംപോക്ക്. അതിന് പ്രാക്ടീസിന് ഗ്രൗണ്ടിൽ കൊണ്ടുപോയിരുന്നു. നല്ല കല്ലും മണ്ണും ഉള്ള സ്ഥലമാണ്. റാംപോക്കിന് പ്രാക്ടീസിന് അവിടെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് റാംപോക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രീ തന്നു. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ ഓടി കളിക്കുന്നു. പട്ടേന്നൊരു വീഴ്ച. എൻ്റെ റൈറ്റ് മുട്ട് ഇങ്ങനെ ഉള്ളിലേക്ക്, അതായത് എങ്ങനെ പറയാം, ഇതാണ് ഒരു ഇതെങ്കിൽ ഇത് ഇങ്ങനെ കട്ടായിട്ട് ഫുൾ നന്നായിട്ട് ഹേർട്ടായിരുന്നു. സോ വാട്ട്സ് യുവർ ഓൾ ടൈം ഫേവറേറ്റ് ഡെസേർട്ട്? പുഡിംഗ്. ഇഫ് യു കുഡ് ടൈം ട്രാവൽ വെയർ കുഡ് യു ഗോ? ഓക്കെ, നമ്മളുടെ ഡോറിമോൺ കാർട്ടൂണിൽ ടൈം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മഹാഭാരതം നടന്നു പോയി. എനിക്കറിയില്ല, എനിക്ക് പുരാണത്തോട് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ രാമായണം വിജയിച്ചെന്നാലും പിന്നെ മഹാഭാരതത്തിൽ പോകാൻ വിജയിച്ചു. മഹാഭാരതം നടന്ന സ്ഥലത്ത് ഞാൻ പോകും. സോ നൗ വി ആർ ഗോയിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വുഡ് യു റാദർ, 1 minute, എല്ലാ വീഡിയോയിലും എങ്ങനെയാണെന്ന് അറിയില്ല, കറക്റ്റ് ടൈമിങ് ഞാൻ വിളിക്കുന്നുണ്ട്. സോ വുഡ് യു റാദർ be a dragon or be വുഡ് യു റാദർ ഓൺ എ ഡ്രാഗൺ ഓർ ബി എ ഡ്രാഗൺ? ഓൺ ചെയ്യണേനെക്കാട്ടും നല്ലത് ബി അല്ലേ. സോ ഐ വിൽ ബി എ ഡ്രാഗൺ. സോ ഇതോടെ വീഡിയോ കഴിഞ്ഞു ഇന്നത്തെ. ആൻഡ് ഇന്ന് 3 വീഡിയോ എടുത്തു. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ. സോ ബൈ. കഴിയും. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.